അല്ലേ കുട്ട? നീ ടെൻഷനിലാണോ? കുട്ട ആക്ടിംഗ് ആണോ? അല്ലേ? അല്ല, ദേഷ്യം പിടിച്ചിരിക്കുക. എന്ത് ദേഷ്യം പിടിച്ചിരിക്കുക? അതിന് ചോദിച്ചത് ആക്ടിംഗ് ആണോ? ആണോ? അതെ. പിന്നെ അവൻ കലിപ്പെട്ടിരിക്കുക. കെളിപ്പ എന്തൊക്കെ ബ്രൂട്ടണോ? പൊന്നെ അത്ര നല്ല മുകളിലല്ല കേട്ടോ. നീ എന്നെ ചീത്ത പറഞ്ഞു അത് കേൾക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ? എന്റെ ടെൻഷൻ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എന്റെ ദൈവത്തെ ഓർത്ത് ഇപ്പൊ ഈ രാത്രി ഒരു അടി ഉണ്ടാക്കണ്ടത് എനിക്ക് താല്പര്യമില്ല. സത്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സൈലന്റ് ആവാം. അവൻ ആരോടും മിണ്ടത്തില്ല, ദേഷ്യം വന്നിരിക്കുന്നു. പിന്നെ സംസാരിക്കാം നമുക്ക്. എന്തെങ്കിലും പറയും. നീ എന്നെ നിനക്കായി ചീത്ത പറഞ്ഞിട്ട് ആശ്വാസമായിട്ട് ചീത്ത പറയും. ഗുഡ് നൈറ്റാ. പിന്നെ സംസാരിക്കാം ചേട്ടാ. ഏട്ടൻ വന്നാലടാ. പിന്നെ സംസാരിക്കാം ചേട്ടാ. ശരി, ഏട്ടൻ നിങ്ങളുടെ സംസാരിക്കണം. സംസാരിക്കാം, പിന്നെ സംസാരിക്കാം. ഒരു 10 മിനിറ്റ് സംസാരിക്കാം. അതാണോ പിന്നെ? എന്താ നീ പറഞ്ഞു? എന്നുള്ള ദേഷ്യം ഞങ്ങൾ ഇത്ര മതി കേൾക്കണ്ട. കാല് ആട്ടായിരിക്കുന്നു. ഇതുമ്പറ്റടിക്കല്ലേ എന്റെ തലേന്ന്. സോറി. എനിക്കൊരു സങ്കടം. എന്തിനാ എന്റെ അടുത്ത് പറ. എനിക്ക് സങ്കടം. ഞാൻ കേട്ടില്ലേ കുറെ ചീത്ത പറഞ്ഞു. ഞാൻ കേട്ടില്ല. എനിക്ക് സങ്കടമുള്ളൊരു വീക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിഞ്ഞു. അതൊക്കെ എന്താ കേൾക്കാൻ തയ്യാറാണ്. വേറെ സങ്കടമൊന്നുമില്ല, സങ്കടങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. സങ്കടങ്ങളും വിഷമങ്ങളൊന്നുമില്ല. എന്തൊരു പഴയ പോലെ. ഓ, calm and cool. തുളങ്കാം. ഓക്കേടാ. കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാം. ഇപ്പൊ നല്ല മൂടല്ല. ആര്, നിങ്ങളോ? പഴയ ആളല്ലാത്തോണ്ടാ ഞാൻ പറയുന്നേ. ഉണ്ടാക്കിയിട്ടുള്ള കേൾക്കാൻ അല്ല, അവര് പോയതിന്റെ ശരിയാ. എനിക്ക് ഒരു അല്ലടാ, എനിക്കൊരു ചെറിയ കുട്ടിയുടെ വാത്സല്യം കിട്ടിയിട്ടില്ല. വാത്സല്യം പിടിച്ചോണ്ടിരിക്കാൻ എന്താ കേസ്? ഒരു പ്രേതക്കഥ. അയ്യോ, ഞാൻ പോവാ. ഇത്ര നേരം വന്നിരിക്കുന്നു. ഞാൻ പോകടാ. ഏട്ടൻ പോകടാ. പിന്നെ സൈലൻസ് പോകരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയും, ഞാൻ കേൾക്കും. ദേഷ്യമാണെങ്കിലും എന്തുവാണെങ്കിലും.
ഞാനിവിടെ നടുക്കിടക്കാൻ എനിക്ക് നടുക്കിടക്കാൻ ഇഷ്ടമാണ്. എനിക്ക് അറ്റത്ത് കിടക്കാൻ എനിക്ക് നടുക്കിടക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ സമ്മതിച്ചില്ല, ഇവിടെ ഗ്യാപ്പ് നടുക്കുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങോട്ട് ഇങ്ങനെ നടക്കും. എനിക്ക് ആ കോർണർ കിട്ടുന്നതായിരിക്കും നല്ലത്. നാളെ അവിടെ റൂം മാറ്റുമായിരിക്കും. എനിക്ക് മൂലം നോക്കിയാണ് അല്ലേ? ഇവിടെ വേറൊരു ഫീറ്റ്. അങ്ങോട്ട് തിരിച്ചാലും പോകും, ഇങ്ങോട്ട് തിരിച്ചാലും പോകും. പിൻപുറം പിന്നാമ്പുറം ഇറക്കെ പോയി. വാഴ ചുട്ടില്ല. പുറപ്പടി കിടക്കുമല്ലേ താഴെ കണ്ടിട്ട് കിടക്കാം. ഇടിച്ചിട്ടേ ഓർമ്മയിലൊരു കൂട്ടുകാർ ഞാൻ നോക്കിയാണ് എന്തൊക്കെ പോലെ നാളെ ഉള്ളതാണ് ചേച്ചി കഥ. ഞാൻ ഉള്ളതാ. നിനക്ക് എന്താ ഞാൻ നുണ പറയണമെന്നോ? പക്ഷെ അത് ഭയങ്കര അങ്ങനെ ഒരാള് അല്ല, അങ്ങനെ ഒരു കഥ ആ സാധനം ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പേടിച്ച് ഞാൻ നിർത്തി. ഞാൻ പേടി തൊട്ടിട്ടില്ല, ഞാൻ ചെയ്യത്തൂല്ല. അത് പലതും ആകാം. പക്ഷെ അത് സത്യം പറഞ്ഞോ, അത് ഞാൻ പറയട്ടെ, പറയുമ്പോ എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോ ഈ രോമം അടിയിൽ നിന്ന് എണീച്ചു വരും. പറഞ്ഞു നമ്മള് ശരിക്കും വേറെ അപ്പുറത്തൊരു ഇതായിട്ട് കണക്ട് ചെയ്യണതാണ് നമ്മൾ. ചിലർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, എനിക്ക് ഒരിക്കലും പറ്റില്ല. പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഗുണങ്ങളായിരിക്കും. പക്ഷെ അതിനുള്ള കൺട്രോൾ ചെയ്യണം. അല്ല, അതിനുള്ള ഉറങ്ങിയ ദിവസമൊക്കെ ഉറങ്ങിയ ദിവസത്താ ഞാൻ അപ്സരിച്ച് നോക്കാൻ അപ്സരിച്ചിനാണല്ലേ എനിക്ക് ഞാൻ വന്നാ അല്ല മോളെ പട്ടിയും കെട്ടിപ്പിടിച്ച് കിടക്കുക. സായി നോക്കി തറേ കിടക്ക് കിടക്ക് കിടക്ക്. പാക്കേജിംഗ് ഒക്കെ പൊളിഞ്ഞു പോയി. ഫുൾ പാക്കിങ് ഫസ്റ്റ് കാല് പൊക്കി പൊക്കി. അതെ അപ്പൊ നൈറ്റ് ഉറക്കം വരും എനിക്ക് കാണാൻ. പിന്നെ എന്നെ കണ്ടത്ര പേടിയാവോ? ചേച്ചീനല്ല, എന്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി
എന്നാലും കുഴപ്പമില്ല. അതൊന്നുമില്ല. എനിക്ക് ഈ കഥ ഇറങ്ങാൻ പറയില്ലോ, ബാക്കിൽ കൂടി ഒരാളിങ്ങനെ നടന്നുമ്പോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ടില്ല. നിനക്ക് ബാത്റൂമിൽ പോണോ? ഡേറ്റ്